ഹിജാബ് വിവാദത്തിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എഇഒ ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മാനേജ്മെന്റ് 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള ആ നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എറണാകുളത്തെ പള്ളുരുത്തിയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിയെ പഠിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തട്ടമിട്ട കന്യാസ്ത്രീകളും ടീച്ചേഴ്സും മാനേജ്മെന്റും അടങ്ങുന്ന ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് ഈ വൈരുദ്ധ്യം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ശിരോവസ്ത്രമണിഞ്ഞ മാതാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രിൻസിപ്പാളും മാനേജ്മെന്റും അതേ സ്കൂളിൽ അതേ വേഷത്തിൽ ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിയെ കാണുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിനെയല്ലേ നമ്മൾ വർഗീയത എന്ന് വിളിക്കുന്നത്? ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന മാനേജ്മെന്റ് സ്കൂളിൽ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് അവർക്ക് എന്തുമാവാം, അവർക്ക് ശിരോവസ്ത്രം അണിഞ്ഞാലും അവരുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞാലും ഒന്നും അവർക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് മറ്റുള്ള മതങ്ങളിലെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വന്നാൽ അത് അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ വർഗീയ വിഷം ചീറ്റുന്നത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇസ്ലാം കോളേജിലാണെങ്കിലും മറ്റുള്ള മാനേജ്മെന്റ് സ്കൂളിലാണെങ്കിലും ശബരിമല സീസൺ ആവുമ്പോൾ സ്വാമിമാർ അവരുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് സ്കൂളിൽ പോകുന്നു. പക്ഷേ ഒരു മാനേജ്മെന്റും തടയുന്നത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യ ആചാരപ്രകാരം കൊന്ത ധരിച്ചുകൊണ്ട് അവർ മാനേജ്മെന്റിലേക്ക് സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മാനേജ്മെന്റും അവരെ തടയുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് അതിലൊരു അസ്വസ്ഥത തോന്നാൻ കാരണം? ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന മാനേജ്മെന്റിനും പ്രിൻസിപ്പാലിനെതിരെയായി നമ്മൾ ശക്തമായി പ്രതികരിക്കണം. ആദ്യം അവരുടെ വേഷവിധാനങ്ങൾ അഴിച്ചുവെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു യോജിപ്പുണ്ട്. അല്ലാതെ അവർ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റുള്ള മതത്തിലെ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു വരുമ്പോൾ അതിനെ വർഗീയതയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ വിഷമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ വ്യക്തികൾക്കും മതവിശ്വാസപ്രകാരം അവരുടെ വേഷവിധാനങ്ങൾ അണിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്തുകൊണ്ട് തടയേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? അതിൻ്റെ ആവശ്യകത എന്താണ്? ഭരണഘടനയിൽ എല്ലാവർക്കും മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ അതിൻ്റേതായ മതവിശ്വാസങ്ങളുമുണ്ട്. ഈ മതവിശ്വാസങ്ങളെ തടയാനോ അല്ലെങ്കിൽ അതിനെ
ഇല്ലാതാക്കാനോ ആർക്കും എവിടെയും ഒരു അവകാശവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഹിജാബ് ധരിച്ചു വന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ രാഷ്ട്രീയമായി വൽക്കരിക്കേണ്ട ആവശ്യകത എന്താണ്? അവർ പറയുന്നത് മതസ്വാതന്ത്ര്യ ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാണെന്നാണ്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ തുല്യമായി കാണേണ്ട അവകാശം എല്ലാവർക്കുമില്ലേ? ഈ ഒരു ഹിജാബ് ധരിച്ചു വന്ന കാരണത്താൽ മാനേജ്മെന്റ്, ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കേണ്ട എന്ത് ആവശ്യകതയാണുള്ളത്? ഇതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ കുട്ടിയുടെ പിതാവിന് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ TC വാങ്ങി അവിടുന്ന് പുറത്തു പോകാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം തന്നെയാണ്. ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന വർഗീയവാദികളുടെ മാനേജ്മെന്റ് സ്കൂളിൽ കഴിവതും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഭാവിക്കും നമ്മുടെ മക്കൾക്കും നല്ലത്. അവർ അവരുടെ ഭാഷ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വിചാരം അവർ വലിയ ആളാണെന്നാ. ഇംഗ്ലീഷ് അവരുടെ ഒരു ടാറ്റാലിറ്റി എന്നുള്ള ആ സംസാരമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട്, എത്രത്തോളം അവിടെ പുരോഗമനമുണ്ട് എന്നത്, അല്ലേ? ഇതുപോലെയുള്ള രീതിയിലാണ് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ട് തന്നെ കഴിവതും നല്ല മാനേജ്മെന്റ് സ്കൂളിൽ, നല്ല ഗവൺമെന്റ് സ്കൂളിൽ നമ്മുടെ മക്കളെ ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവർ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിട്ട് മറ്റുള്ള മതത്തിലെ പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുമ്പോൾ അത് ധരിക്കാൻ പാടില്ല, അത് അവരുടെ മാനേജ്മെന്റിന് എതിരാണ് എന്ന് പറയുമ്പോൾ എന്ത് ന്യായമാണ് അവിടെ ഉള്ളത്? അതിന് വല്ല പ്രസക്തിയുണ്ടോ? യൂണിഫോം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഹിജാബ് ധരിക്കുമ്പോൾ യൂണിഫോമിൽ എന്ത് മാറ്റമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മതത്തിലെ പിള്ളേരെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ശബരിമല സീസൺ ആവുമ്പോൾ അല്ലെങ്കിൽ കൊന്ത ധരിച്ചു വരുന്ന ക്രിസ്ത്യൻ പിള്ളേരെ ഇവരെ ഒന്നും മാനേജ്മെന്റ് പുറത്താക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഒരു മനസ്സിലൊരു വിദ്വേഷം തോന്നുന്നത്? ഇതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവരുടെ ശ്രമം. അതിനാൽ തന്നെ കഴിവതും നമ്മുടെ മക്കളെ നല്ല മാനേജ്മെന്റ് സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസം നുകരാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.